വിഷമിക്കാതെ. ഞാൻ വിഷമിച്ചൊന്നും കിടക്കൂല. വിഷമിച്ചു കിടക്കുവല്ല, പിന്നെ എന്തിനു കിടക്കുവ? ചുമ്മാ എനിക്ക് കിടക്കാൻ തോന്നി ഞാൻ വന്ന് കിടന്നു. ഞാൻ വിചാരിച്ചു ഡിപ്രഷൻ അടിച്ചു കിടക്കുവ. നീ പോയാ കൊച്ചേ? വലിയ ഡയലോഗ് ഒന്നും പറയണ്ട, കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ. കൊറേ കണ്ണീര് പോയാ? ഞാൻ കരഞ്ഞൊന്നുമില്ല, കണ്ണി പൊടി പോയത്. என்ன பாரு, என்ன பேசிட்டு இருக்கீங்க? പണ്ട സിനിമയിലെ പോലെ. സിനിമയാ? പണ്ടത്തെ സിനിമ എനിക്ക് ரொம்ப പിടിക്കും പാറു. പറയട്ടെ ആന്റി? சொல்லு சொல்லு. പണ്ടത്തെ സിനിമയിൽ നായകന്മാർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കെട്ടിച്ചേരൂലെന്ന് പറയുമ്പോഴേ ഓടി വന്ന് കട്ടിലേ കിടക്കൂലേ? ஆமா, படுப்பாங்க. എന്നിട്ട് அவங்க அழுவாங்க. അതുപോലെ കിടന്ന് കരയുക. டேய் கேசு, நீ அழறியா? ആരോ എഴുതുന്നു? ഞാൻ എഴുതുന്നില്ല. ഇതിന് ഉണ്ടല്ല ഞാൻ. கேசு, நீ நிஜமா அழல? நீ வருத்தப்படாத கேசு, உன்னோட பிரார்த்தனை தெய்வம் கேட்கும். வருத்தப்படாதடா. അമ്മൂമ്മയും പ്രാർത്ഥിക്കും, ആ ദൈവം കേൾക്കുകയും ചെയ്യും. കേശുട്ടാ, കേശുവിനെ KCB ജോലി ചെയ്യുന്ന ബാലന്റെ ഇളയമോളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടോ? ഉണ്ടെങ്കി എന്നാ പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളി. கேசு, மெர்லின் நம்மளுக்கு வேணும். ஆனா அப்பூப்பனையும் அம்முமே நம்ம எதிர்க்கவே முடியாது. கடவுள் மாதிரிடா அவங்க. കേശോട്ടാ, അപ്പൊ KCB ജോലി ചെയ്യുന്ന ബാലന്റെ ഇളയമോളെ ഉറപ്പിക്കേണ്ടി വരുമോ? KCB പോലെ നിന്റെ ഫ്യൂസ് ഞാൻ ഊരും കേട്ടാ. ഷൂസാ? എന്താ ഇവിടെ ഒരു ബഹളം? ഇവിടെ ഒരു ബഹളമില്ല. ബഹളമൊന്നുമില്ല, ഞാൻ അവിടെ നിന്നെല്ലാം കേട്ടു. ഒളിച്ചെന്ന് കേൾക്കുവായിരുന്നോ? മോശമുണ്ട് അമ്മൂമ്മ. ഒളിച്ചു നിന്ന് കേട്ടതൊന്നുമല്ല, ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നപ്പോ കേട്ടതാ. എടാ ബാലൻ നല്ലവനാടാ, നല്ല സാമ്പത്തിക ശേഷി ഉണ്ടടാ. അത് മെർലിൻ ചേച്ചിക്കുണ്ട്. കൊച്ച മിണ്ടാതിരുന്നോണം കേട്ടാ. സാമ്പത്തികത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ പടവലും കുടുംബവും ശൂലംകുടി കുടുംബം എന്തിനും പുറയിലാണ് അല്ലല്ലേ? എന്നിട്ട് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാണല്ലോ. കേശു, നീ മിണ്ടിപ്പോവരുത് കേട്ടോ. നിനക്ക് മിണ്ടാനുള്ള അവകാശമില്ല. നിന്റെ കളിയൊക്കെ തീർന്നു. നന്നായിട്ട് പഠിക്കുക, ഒരു ജോലി മേടിക്കുക, എന്നിട്ട് ബാലന്റെ മോളെ കെട്ടുക. ആ പിന്നൊരു കാര്യം, ഇനി ഏതു നേരവും ബാലന്റെ മോള് ആ ഒരു ചിന്ത നിനക്ക് പാടുള്ളൂ. അതെങ്ങനെയാ അമ്മൂമ്മ? രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി അങ്ങനെയാണോ? അതൊക്കെ നമുക്ക് ആലോചിക്കാം. നീ മാറി ചിന്തിച്ച പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും ഇല്ല. പെട്ടെന്ന് ബാലന്റെ ഇളയ മോള് പോലും കഷ്ടമാണ് കേട്ടാ. എന്നെ കൊണ്ടൊന്നും താങ്ങാനൊന്നും പറ്റൂല. ഇനി നീ പടവലത്ത് നിന്നാ മതി. അതാവുമ്പോഴേ ബാലന്റെ മോളെ എപ്പോഴും കാണാൻ സംസാരിക്കാം. അത് കേട്ടാ, ഇപ്പൊ തന്നെ വിട്ടോ. கேசு, அதுதான் நல்லது. அப்படின்னா உனக்கு அவ கூட பேசி பழகி இருக்கலாம்ல. കനകാന്റി ആന്റി എവിടെങ്കിലും ഉറച്ചില്ലേ? മിണ്ടരുത്. ഇനി എപ്പോഴും ബാലന്റെ മോള് അതായിരിക്കണം നിന്റെ മന്ത്രം. എന്തൊരു കഷ്ടത്. എല്ലാരോടും ബാലന്റെ ഇളയ മോള്. എന്നെ എല്ലാരോടും ഇങ്ങനെ പ്രഷർ ചെയ്യല്ലേ കേട്ടാ. കനകാന്റി, നിങ്ങൾ മെർലിന്റെ കാര്യത്തിലൂടെ നിങ്ങൾക്ക് മറന്നുപോയാ? ഒന്നുമില്ലല്ലോ അമ്മൂമ്മ, ഞാൻ കൊച്ചു പയ്യനല്ലേ, എന്റെ കാര്യം നിങ്ങൾ വാക്ക് കൊടുത്തേ. കരയുന്നോ? ബാലന്റെ ഇളയ മോള് അത് മതി. അമ്മൂമ്മ, ആ ചേച്ചിയുടെ പേര് ബാലന്റെ ഇളയമോളെന്നാണോ? കൊച്ചേ, എന്നെ എല്ലാരും കൂടെ ഇങ്ങനെ പ്രഷർ ചെയ്ത് നിങ്ങളെല്ലാരും എന്നെ കാണൂല. കിളക്കി മറിക്കി എത്രയാണ് ചെയ്താലും ചക്കയെ ബാക്കി തേങ്ങ എനിക്ക് തന്നെ എന്റെ ബാലന്റെ ഇളയമൊക്കെ കൊടുക്കല്ലേ. മണ്ടൻ. അപ്പന്റെ മോന് മെർലിനെ ഇഷ്ടമായില്ലയോ? മെർലിനെ മനസ്സിൽ കൊണ്ട് നടക്കുക. പൊന്നുവൻ എന്താ വിചാരിച്ചേ? നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്നോ? ഞങ്ങൾക്കൊന്നും ബുദ്ധിയില്ലെന്ന് വിചാരിച്ചോ? എടാ, ബുദ്ധിയൊക്കെ ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ഇപ്പൊ മോനൊരു കാര്യം ചെയ്യും,
ആദ്യം പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിയത്, അതൊക്കെ കഴിയുമ്പോഴേ നമുക്കിത് ആലോചിക്കാം. എന്താ? അപ്പൊ ബാലന്റെ ഇളയ മോള്? പിന്നെ ബാലന്റെ ഇളയ മോള്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.